ഗൈസ് അങ്ങനെ ചൂണ്ടയിടാൻ വേണ്ടി പോകാം കേട്ടോ. അതെ, നമ്മുടെ പോൾ റോഡ് ഞാൻ ഉണ്ടാക്കിയ പോൾ റോഡാണ്. ഇപ്പോൾ ആദ്യം വെച്ച് ഒടിഞ്ഞു പോയത് കേട്ടോ. പിന്നെ ഞാനതിൽ കുഞ്ഞ് കളിക്കുന്ന ഒരു കളിപ്പാട്ടമൊക്കെ പിടിയാക്കി ചെറിയ പോൾ റോഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ പോൾ റോഡ് വലുതായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ പുതു വാങ്ങാത്തത്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതെല്ലാം വരമ്പ് മൊത്തം വെള്ളം കയറും. അപ്പം ഇവിടെയാണ് ഇന്ന് കൈച്ചൂണ്ടയും കൊണ്ട് ഇറങ്ങിക്കുവാണ്. നട്ടുച്ചയാണ്. നട്ടുച്ച എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10:30 ആയി കാണും. 10:30 അല്ല, 10:30. അപ്പം പതുക്കെ അത് കാശ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇഷ്ടംപോലെ പള്ളത്തിയുണ്ട് കേട്ടോ. പള്ളത്തി ഇഷ്ടം പോലെ ഉണ്ട്. പള്ളത്തിയല്ല നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രധാന ലക്ഷ്യം സിലോപ്പിയ കേട്ടോ. നമ്മുടെ പ്രധാന ലക്ഷ്യം സിലോപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിലോപ്പിയ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടവാനമുണ്ട് മീൻ. അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന തീറ്റയാണ് പ്രശ്നം. മണ്ണിര ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം മണ്ണിര ഇട്ട് സിലോപ്പിയ പിടിച്ചിട്ട് ആരും വീട്ടിൽ കഴിക്കത്തില്ല. എന്താണെന്നറിയത്തില്ല. മണ്ണിര ഇട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടും, പക്ഷേ ഞാനും കഴിക്കില്ല, വീട്ടുകാരും കഴിക്കത്തില്ല. അതുകൊണ്ട് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ രണ്ടാമത് ഉപയോഗിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് മൈദയാണ്. മൈദക്കകത്ത് സിലോപ്പിയ പിടിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഞാൻ കുറച്ച് നാളുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. മൈദയും പല പണി ഞാൻ നോക്കി. അവസാനം ചെമ്മീനകത്ത് പിടിക്കും, പക്ഷെ ചെമ്മീൻ കിട്ടാനില്ലാത്തതുകൊണ്ട് ചെമ്മീൻ ഒഴിവാക്കി. പിന്നെ മത്തിയില്ലേ, ഇന്നത്തെ തീറ്റ എന്ന് പറയുന്നത് മത്തിയാണ്. മത്തി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി വരുവാണ്, ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇപ്പം മത്തിക്കകത്ത് മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് അറിഞ്ഞു വെച്ചോ, നല്ല തീറ്റയാണോ അല്ലയോ നമുക്ക് നോക്കാം. നമ്മുടെ എറിയാൻ ചൂണ്ടയിടാൻ പോകുന്നുണ്ടല്ലേ കൊക്ക് നിൽക്കുന്ന അവിടെ കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. കോലാനായി കിടന്ന് ചാടുന്നത്. കോലാൻ എന്ന് പറഞ്ഞ മീനില്ല, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മുടെ പരിപാടി ഇന്ന് ഇവിടെ കേട്ടോ. ഈ ഒഴുക്കിൽ സിലോപ്പിയ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം, ഒരു 10 ഏറ് എറിയുമ്പോൾ അറിയാമല്ലോ മത്തിക്കകത്ത് പണി നടക്കുമോ. മയിൽക്കോഴി ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. മയിൽക്കോഴി ഉണ്ട്. ബ്ലൂ കളർ കോഴിയില്ലേ, ബ്ലൂ കളർ പക്ഷിയില്ലേ, അതിനെ മയിൽക്കോഴി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ മത്തി കൊണ്ടുവന്ന് ഒരു പണി നടന്നു കേട്ടോ. പിന്നെ അവസാനം ഞാൻ ഇച്ചിരി ചെമ്മീൻ പോകുന്ന വഴി കിട്ടി, അതുകൊണ്ട് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. ലാസ്റ്റ് ചെമ്മീൻ ഞാൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചേക്കുന്നു കേട്ടോ. ഇവിടെ മീൻ ഇട്ട് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മീൻ കിട്ടിയതേ കണ്ടോ. ഒരു 2-3 അനാബസും പിന്നെ സിലോപ്പിയയും കിട്ടി കേട്ടോ. ഇവിടെ മീൻ നിപ്പുണ്ട്, നമ്മളൊന്ന് എറിഞ്ഞിട്ട് നോക്കട്ടെ അല്ലേ കിട്ടുമോ. നടന്നേരം കുത്തി 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 ആണ്ടേ മീൻ ഗൈസ് ഉണ്ടോ. സിലോപ്പിയ ഒത്തിരി വലിപ്പമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസ്. എവിടെ കറങ്ങുന്നത്. ഞാനിതെടുത്ത് വെക്കട്ടെ. എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈലിലാണ് പിടിച്ചേക്കുന്നത്. ഇത് ഇപ്പോൾ പൊട്ടിപ്പോകുന്ന രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇത് കേട്ടോ, സൈസൊന്നുമല്ല, ചെറുതാണ് കേട്ടോ. എറിഞ്ഞിട്ടിട്ട് ചൂണ്ട ദേ ഇവിടെ വെച്ചേക്ക് കണ്ടോ. ഒരു രക്ഷയില്ല, ക്യാമറ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു സങ്കടത്തിലാട്ടോ. എന്നാലും നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലോട്ട് ഇട്ട് വെച്ചിട്ടേത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാട്ടോ. അവിടെ അതിൻ്റെ അടിയിൽ തീറ്റ കിടക്കുന്നതിന് കാണാൻ പറ്റും. സിലോപ്പിയ കിട്ടി കേട്ടോ. നമുക്ക് കിട്ടിയ മീനുകൾ